ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈത്തൺ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആകെ ഒരു ടോപ്പിക് മാത്രമായിരിക്കും. പിന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റും ഈ ഒരു വീഡിയോയിൽ ചെയ്യും. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. സോ നമുക്ക് നേരെ ഇതിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ വേരിയബിൾസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എല്ലാവർക്കും ഏതൊരു കാര്യം പഠിക്കുമ്പോൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തിനിത് പഠിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന് ആൻസർ പറയാൻ പറ്റും. ബിക്കോസ് നമ്മൾ ചില സമയം ചില ഫങ്ഷൻസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ചർ ചെയ്ത് വെക്കും. അതെന്ന് വെച്ചാൽ അത് നമ്മൾ ആ ഒരു പൈത്തൺ ആ ഒരു പ്രൊജക്ടിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, ചില സമയം ചില ഫങ്ഷൻസ് ചില ഫയൽസിൽ അല്ലെങ്കിൽ ചില വേരിയബിൾസ് ചില ഫയൽസിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. സോ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സസ് നമുക്ക് വേറൊരു ഫയലിൽ അത് ആക്സസ് ചെയ്യണം. ആ ഒരു ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യണം. ആ ഒരു കേസിലാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന ആ ഒരു റോള് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ഇമ്പോർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫയലിലെ എന്ത് വേരിയബിൾസ് ആയാലും ഫങ്ഷൻസ് ആയാലും നമുക്ക് നമ്മുടെ ഫയലിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ ഇന്ന് അതാണ് ആക്ച്വലി നിങ്ങൾ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്തൊരു എക്സാമ്പിൾ ആണ് ഈ യൂട്ടിൽസ് ഡോട്ട് പൈ എന്നൊരു ഫയൽ ഉണ്ട്. അതിൽ കുറച്ച് ഒരു വേരിയബിളും 4 ഫംഗ്ഷൻസും ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻസ് എനിക്ക് എന്ത് ചെയ്യണം, ഈ ഇമ്പോർട്ട് ഡോട്ട് പൈ എന്നുള്ള ഫയൽ എനിക്കത് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കത് യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ 4 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഫയൽ ഫുള്ളായിട്ട് നമ്മൾ ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫയല് ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫയലിന്റെ നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡോട്ട് വെച്ചിട്ട് ഇതിലെ ഓരോ ഫംഗ്ഷനും വേരിയബിളിനെ ആക്സസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് എന്താണ് യൂട്ടിൽസ്, ശരിയല്ലേ? അപ്പൊ എന്തായി, ആക്ച്വലി ഈ യൂട്ടിൽസ് പറഞ്ഞ ഫയൽ എന്തായി, ഫുള്ളായിട്ട് എന്തായി, ഇപ്പൊ എന്റെ ഈ ഒരു ഇമ്പോർട്ട് ഡോട്ട് പൈയിലേക്ക് എന്തായി എന്തായിട്ടുണ്ട്, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതെങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ യൂട്ടിൽസ് എന്നുള്ള ആ ഒരു ഫയൽ നെയിം വെച്ചിട്ട് ഡോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണ്ട ഫങ്ഷൻസ് അഥവാ ഈ ഒരു യൂട്ടിൽസ് ഡോട്ട് ഫയലിലുള്ള എല്ലാ ഫങ്ഷൻസ് വേരിയബിൾ എനിക്ക് എന്ത് ചെയ്യും, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. പാഡ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി പ്രിന്റ് യൂട്ടിൽസ് ഡോട്ട് ആഡ് 2 3 എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാ 6 എന്ന് പറഞ്ഞിട്ടുണ്ട് ഔട്ട്പുട്ട്. 2+4 6 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പം ഈ ഒരു ഫയൽ തന്നെ നമുക്ക് മേ ബി ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ കണ്ടായിരുന്നു യൂട്ടിൽസ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു നെയിം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ഒബ്ജക്ട് നെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഡോട്ട് ചെയ്യുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പേര് മാറ്റാം. നമുക്ക് യൂട്ടിൽസ് എന്നുള്ളതിന് പകരം നമുക്ക് വേറെ പേര് യൂസ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഈ ആസ് എന്നുള്ള ഒരു കീവേഡ് ഉണ്ട്, ആസ് എന്നുള്ളത്. അത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. അഥവാ ഇപ്പം ഫങ്ഷൻസ് എന്നുള്ളത് കൊടുക്കാം നമുക്ക്. ഇതെന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഇത് യൂട്ടിൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമുക്ക് ഈ ആസ് എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ഫുൾ ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെയിം വെച്ച് അതിനെ കോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ആസ് എന്നുള്ള ആ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, രണ്ട് രീതി പഠിച്ചു. ഒന്ന് വേട്ടെ ഒന്ന് ഇത്, അതുപോലെ തന്നെ ഈ ഒരു ഇത്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്മൾ ആക്ച്വലി പഠിച്ചിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ഇതിലത്തെ ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. വെച്ചാൽ ഇപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ എന്നുള്ള ഫംഗ്ഷൻ മാത്രം ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അതിന് വേറെ കീവേഡ് യൂസ് ചെയ്യണം, ഫ്രം എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ഫ്രം, ഒന്നിൽ നിന്ന്, ആ രീതിയിൽ, ആ ഒരു മീനിങ്. അഥവാ ഫ്രം യൂട്ടിൽസ്, അഥവാ യൂട്ടിൽസ് പറഞ്ഞ ഫയലിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്യണം നമുക്ക്. അല്ല ഇപ്പൊ നമുക്ക് മെൻഷൻ വരുന്നുണ്ടോ, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് ചെയ്യാം, വേരിയബിൾ പിന്നെ ഫംഗ്ഷൻസ് ആയാലും എല്ലാം നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ എന്തുണ്ട്, ഫ്രം യൂട്ടിൽസ്, ഫ്രം ഇവിടെ ഇമ്പോർട്ട് ആഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി എനിക്ക് ഇപ്പൊ ഇതിൽ തന്നെ എന്ത് ചെയ്യണം, വേറെ ഫംഗ്ഷനും കൂടി ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തത്, ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി, നെക്സ്റ്റ് ഫയൽ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, കോമ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇപ്പൊ നമ്മൾ കണ്ടോ, ഇവിടെ ഇപ്പം ആഡ് എന്നുള്ള ഫംഗ്ഷൻ, ഡിവിഷൻ എന്നുള്ള വേറെ ഫംഗ്ഷൻ. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു 20 ഫംഗ്ഷൻ ഉണ്ട്. 20 ഫംഗ്ഷൻ എനിക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ആ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും കുറെ കോമയിട്ട് എഴുതേണ്ടി വരും. ആ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാം,
ഈ ഒരു ഫംഗ്ഷനിലെ എല്ലാം ഇൻഡിവിജ്വലി എന്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നമ്മൾ ഫുൾ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, ഈ യൂട്ടിൽസ് വെച്ചിട്ട് നമ്മൾ ഒബ്ജക്ട് പോലെ ഡോട്ട് വെച്ച് കോൾ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ഇമ്പോർട്ട്, അതെങ്ങനെ വെച്ചാൽ ഫ്രം യൂട്ടിൽസിൽ നിന്ന് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് വെച്ചിട്ട് സ്റ്റാർ. അപ്പൊ എന്താ ആക്ഷൻ സംഭവിക്കുന്നത്, ഇതിലത്തെ എല്ലാം ഇൻഡിവിജ്വലി ഇമ്പോർട്ട് ആയി. ഇനി എനിക്ക് എന്ത് ചെയ്യണ്ടു, ഇനി എനിക്കിപ്പം ഈ ഒരു മൾട്ടിപ്ലൈനിലെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി യൂട്ടിൽസ് വെക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈന് കൊടുത്താൽ മതി. കാരണം എന്തുകൊണ്ട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായി മാറി, ഇൻഡിവിജ്വലി ഇമ്പോർട്ട് ചെയ്തു. അഥവാ ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ആക്സ് ചെയ്യണം എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകിൽ യൂട്ടിൽസ് ഡോട്ട് പൈ എന്ന് വെച്ചിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതേപോലെ ഈ ഒരു ഫംഗ്ഷൻസ് ഡോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഇൻഡിവിജ്വലി ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആക്ച്വലി 4 ടൈപ്പ് ഓഫ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി എന്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതിന്റെ കൺസെപ്റ്റിൽ വരുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ യൂസ്ഫുൾ ആകും. നിങ്ങളിപ്പം വലിയ വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറെ സംഭവങ്ങൾ സെപ്പറേറ്റ് ആക്കി വെക്കും ഓരോ ഫയൽ. ആ സമയങ്ങളിലൊക്കെ ഇത് യൂസ്ഫുൾ ആകും. കാരണം വേറെ ഫംഗ്ഷൻ ഇപ്പം ഇപ്പൊ യൂട്ടിൽസ് മെയിൻലി നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് യൂട്ടിൽസ് എന്ന ഫയലിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലേ, ഇത് നമ്മൾ കാൽക്കുലേറ്ററിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഇതാണ്. ഓക്കെ, ഇപ്പൊ യൂട്ടിൽസ് ഇല്ല, അപ്പം യൂസ്ഫുൾ ഫംഗ്ഷൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അത് നമ്മൾ പ്രൊജക്റ്റിൽ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന യൂസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടു, ഞാനിപ്പോ ആക്ച്വലി ഇമ്പോർട്ട് ചെയ്തത് എവിടുന്നായിരുന്നു, ഇമ്പോർട്ട് ഡോട്ട് പൈ എന്നുള്ള സെയിം ഫയൽ പാറ്റേൺ തന്നെയാണ് നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്തത്, യൂട്ടിൽസ് എന്ന് പറഞ്ഞത് ഇമ്പോർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ പ്രൊജക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫോൾഡേഴ്സ് വരാൻ പറ്റും, ഫോൾഡർ ഉണ്ടാകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫോൾഡർ ബൈ ഫോൾഡർ ട്രാവൽ ചെയ്യേണ്ടി വരും. അതൊക്കെ എങ്ങനെ ട്രാവൽ ചെയ്യാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആക്ച്വലി ഉള്ളത് എവിടെയാണ് വെച്ചാൽ ഈ ഒരു ഇമ്പോർട്ട് ഡോട്ട് പൈ എന്നുള്ള എന്താ ഉള്ളത്, ഫയലിലുള്ളത്. എനിക്ക് എന്ത് ചെയ്യണം, ഫോൾഡറിലെ ബാക്കോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ട് വീഡിയോ 6ലേക്ക് എൻ്റർ ആയിട്ട് ഫങ്ഷൻസ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിട്ട ഫങ്ഷൻസ് പറഞ്ഞാൽ ഫയലിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഫങ്ഷൻസ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ഐ മീൻ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ട്രാവൽ ചെയ്യാം, ഫോൾഡർ ബൈ ഫോൾഡർ എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ്. സോ അത് ക്യാൻസൽ ആയി പോയി, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ എല്ലാം റിമൂവ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീബോർഡ് ആണ് ഈ ഡോട്ട് എന്നുള്ള സംഭവം. ഓക്കെ, ഡോട്ട് വെച്ചാൽ നമ്മൾ ഫോൾഡർ ബൈ ഫോൾഡർ ട്രാവൽ ചെയ്യാം. ഇപ്പൊ ഇമ്പോർട്ട് ഫ്രം, ഇപ്പം ഫോൾഡർ ബൈ ഫോൾഡർ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ എന്ത് ചെയ്യണം, ഫ്രം യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഫോൾഡർ ബൈ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം യൂസ് ചെയ്യാം. ഫ്രം യൂസ് ചെയ്തിട്ട് ഡോട്ട്, ഒരു ഡോട്ട് ഇടുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കറണ്ട് ഫോൾഡറിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് കണ്ടോ, ഇമ്പോർട്ട് നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇമ്പോർട്ട് യൂട്ടിൽസ് കാൽക്കുലേറ്റർ വെച്ചാൽ ഈ 3 ഫയൽ എനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? വെച്ചാൽ ഈ ഡോട്ട് വെച്ചാൽ നമ്മൾ ഒരു സെയിം ഫയൽ പാത്തിലായിരിക്കും, ആ ഒരു സെയിം ഫയൽ പാത്തിലെ ഫയൽസിനെ കാണിക്കും. ഞാൻ എഗെയിൻ ഒരു ഡോട്ടും കൂടി ഇടുവാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, കണ്ടോളി, സംഭവിക്കുന്നത് വെച്ചാൽ എന്തായി, ഇവിടെ ഇപ്പം ഐ മീൻ ഞാനിപ്പോ എവിടെ ഉണ്ടായിരുന്നു, വീഡിയോ 7 ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് അടിക്കുമ്പോൾ ഏതാ വരുന്നത്, ഈ ഒരു ഫോൾഡേഴ്സ് അല്ലേ, ആ ഒരു ഫോൾഡേഴ്സ് ആണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായി? ഐ മീൻ നമ്മൾ ഒരു ഫോൾഡറിൽ ബാക്കോട്ടേക്ക് ട്രാവൽ ചെയ്തു. എനിക്ക് വീണ്ടും ട്രാവൽ ചെയ്യുന്നത് എന്ത് ചെയ്യണം, വീണ്ടും ഒരു തവണയും കൂടി ഡോട്ട് ഇടണം. വീണ്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു തവണയും കൂടി ഡോട്ട് ഇടണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് എന്താ ആക്ച്വലി വേണ്ടത്, ഒരു ഡോട്ട് നമ്മൾ കറണ്ട് ഫയൽ പാത്തിലുള്ളത്, അഗൈൻ ഒരു ഡോട്ട് എന്തായി, നമ്മൾ എന്തായി ഒരു ഫോൾഡർ ബാക്കോട്ട് പോയി. അപ്പൊ എനിക്ക് ശരിക്കും അടുത്തേക്കാണ് പോകേണ്ടത്, വീഡിയോ 6ലേക്കാണ് പോകേണ്ടത്. നമ്മൾ എന്താക്കി വീഡിയോ 6ലേക്ക് എന്തായി എൻ്റർ ചെയ്ത്, ഫോൾഡർ ആണ്. ഓക്കെ, ഫോൾഡർ ആണ്. അതിനുശേഷം ഇവിടുത്തെ എന്താ ഇമ്പോർട്ട് ചെയ്യേണ്ടത്, അതിലെ ഫങ്ഷൻസ് പറഞ്ഞ ഇതിന്റെ ഫയൽ ഉണ്ട്, അതിൽ നിന്നാണ് എനിക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ഒരു ഫൈൻഡ് മീൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച ഫൈൻഡ് മീൻ എന്ന ഫംഗ്ഷൻ. ഇനി ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസ് ഡോട്ട് ഫൈൻഡ് മീൻ എന്നൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു വേരിയബിൾസ്, ആ ഒരു എന്താണോ അതിന്റെ പാരാമീറ്റർ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇതെനിക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡോട്ട് ഫംഗ്ഷൻസ് ഡോട്ട് എന്ത് ഇൻഡിവിജ്വൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഫുൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്തതിൽ ഇപ്പം ഓക്കെ ഓക്കെ ഇതന്നെ ഫുൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യുന്ന ഫംഗ്ഷൻ വേണ്ട ആവശ്യമില്ല. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പിന്നെ 2 ഫോൾഡർ ബാക്കിലുള്ള ഒരു വീഡിയോ 6 എന്ന ഫോൾഡറിൽ നിന്ന് ഫംഗ്ഷൻസിലെ
ഒരു ഫൈൻഡ് മീ എന്നുള്ള ആ ഒരു ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യാന്നുള്ളത് മനസ്സിലായി. സോ ഇത്രയാണ് ആക്ച്വലി ഇമ്പോർട്ടിന്റെ കേസിൽ വരുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളിങ്ങനെ ലൈബ്രറീസും മൊഡ്യൂൾസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതും ഞാൻ അടുത്ത ഇതിൽ പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മൾ ഈ മൊഡ്യൂൾസ് ലൈബ്രറീസ് ഒക്കെ നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസ് കേസിൽ പറഞ്ഞായിരുന്നു, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് രണ്ടാമത്തത് ഫംഗ്ഷൻ ഇൻ മൊഡ്യൂൾസ്. സോ മൊഡ്യൂൾസ് വെച്ചാൽ ഒന്നുമില്ല, മൊഡ്യൂൾസ് വെച്ചാൽ അവിടെ എന്തുണ്ടാവും, സെറ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ടാവും, സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ടാവും, സെറ്റ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാകും അതിനുള്ളിൽ. അതെന്തിനാ യൂസ് ചെയ്യുന്നത്, ഓരോ പെർട്ടിക്കുലർ ഒരു ടാസ്കിന് വേണ്ടി അസൈൻ ചെയ്തതായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേറ്റ് ടൈം എന്നൊക്കെ വരുന്നുണ്ട്, ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഡേറ്റിനും ടൈമിനും കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അഥവാ ഇപ്പം ഇന്നത്തെ ഡേറ്റ് കിട്ടണമെങ്കിൽ അതും ഇന്നത്തെ ദിവസം കിട്ടണമെങ്കിൽ അതും, അങ്ങനെ ആ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡേറ്റ് ടൈം എന്നുള്ള ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ആക്ച്വലി ചിലതൊക്കെ ആക്ച്വലി ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വരും, ഏത് പൈത്തൺ ഇന്റർപ്രിറ്ററിൽ. ചിലത് എന്താവും, നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്തിട്ടും. അപ്പൊ അത് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഒരു കമാൻഡ് ആണ് എന്ത്, ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിപ്പ് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അതിനുശേഷം ഏതാണോ ആ ഒരു മൊഡ്യൂളിന്റെ നെയിം, ഇപ്പൊ ഇവിടെ ഡേറ്റ് ടൈം ആണല്ലോ, ആ ഒരു ഡേറ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ കണ്ടോ ഞാനിവിടെ ഡേറ്റ് ടൈം കൊടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പൊ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, മാനുവലി വരുന്നതാണ് സംഭവം. ഓക്കെ, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ്. ഇത് ആക്ച്വലി ഇൻസ്റ്റാൾ ആകാൻ കാരണം വെച്ചാൽ ഇത് അപ്ഡേറ്റ് ചെയ്തതാണ്, വെച്ചാൽ പാക്കേജിന്റെ വേർഷൻ അപ്ഡേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഇതിനെ കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ഓൾറെഡി റിക്വയർഡ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്, വെച്ചാൽ പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം, പുതിയ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ പുതിയ മൊഡ്യൂൾ അൺഇൻസ്റ്റാളും ചെയ്യാം. അൺഇൻസ്റ്റാൾ എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയ മൊഡ്യൂൾസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഓക്കെ, അത് നമുക്ക് വീണ്ടത് ഒന്ന് ഇതാക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് വരുന്നത്, നമ്മൾ ആ ഒരു പുതിയ മൊഡ്യൂൾസ് നമുക്ക് ലൈബ്രറീസ് ഇൻസ്റ്റാളും അൺഇൻസ്റ്റാളും ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് അടുത്ത് ഇമ്പോർട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഓൾറെഡി ഉള്ള ഒരു ഇതാണ് ഡേറ്റ് ടൈം എന്നുള്ളത്. ഡേറ്റ് ടൈമിൽ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു, നമ്മൾ 4 ടൈപ്പിൽ ഒന്നാമത്തെ ടൈപ്പിലാണ് ഇമ്പോർട്ട് ചെയ്തത്. നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം, ഇന്നത്തെ ദിവസം കിട്ടുമോ നോക്കാം. പ്രിന്റ് ഡേറ്റ് ടൈം ഡോട്ട് നൗ. അപ്പൊ എന്ത് കിട്ടും എനിക്ക്, നൗ എന്ന് പറയുമ്പോ സോറി നൗ എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴുള്ള കറണ്ട് ഡേ വിത്ത് ടൈം കിട്ടും. ഓക്കെ, നൗ എന്ന് പറയുമ്പോൾ ഇതാണ് ഡേ, ഇതാണ് ടൈം. ഓക്കെ, ഇതാണ് നൗ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്ത് ആ ഒരു ഔട്ട്പുട്ട്. അപ്പൊ ഈ ഒരു ടൈമുമായിട്ട് ബന്ധപ്പെട്ടതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ ഇന്റർപ്രിറ്ററിന്റെ ആ ഒരു ഫയൽ പാത്തിലായിരിക്കും, ഫോൾഡറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്കിപ്പം കറണ്ട് ഇന്റർപ്രിറ്റർ കാണാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ Ctrl+Shift+P ഞെക്കിയാൽ ഇങ്ങനെ വിൻഡോ അതിൽ സെലക്ട് ഇന്റർപ്രിറ്റർ. ഇതാണ് ഇപ്പൊ ആക്ച്വലി നമ്മളെ ഇന്റർപ്രിറ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അവിടത്തേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇതിൽ കാണാൻ പറ്റും ഞാനുള്ളത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, ഈ സി ഡിസ്കിലെ പ്രോഗ്രാം ഫയൽ Python 11. ഇതാണ് നമ്മൾ ആക്ച്വലി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് ആക്ച്വലി സ്റ്റോർ ചെയ്യുക എന്ത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയുള്ള ഇങ്ങനെ എന്ത് ഫങ്ഷൻസ് ഒക്കെ. സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്ത ഡേറ്റ് ടൈം ഓൾറെഡി ഉണ്ടാകും. കണ്ടു നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിൽ ഡേറ്റ് ടൈം എന്നുള്ള ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൽ എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്തുണ്ട്, ഡേറ്റ് ടൈം എന്നുള്ളതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡേറ്റ് ടൈം എന്നുള്ള ഫയലിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏതെങ്കിലും വേരിയബിളോ ഫംഗ്ഷനോ നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിനെന്തുണ്ട്, എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രം എന്തായാലും യൂസ് ചെയ്യണം. സോ ഡേറ്റ് ടൈമിന് നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യാം, ഒരു വേരിയബിൾ. ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ഓക്കെ, ഇവിടെ മാക്സ് ചെയ്ത് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. മാക്സ് ചെയ്ത് കണ്ടോ. പിന്നെ നമുക്ക് ഇത് ഇൻഡിവിജ്വലി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇതൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും. ഓക്കെ, ഏത് നമ്മൾ ഇന്റർപ്രിറ്ററിൽ ഇവിടെയൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന മൊഡ്യൂൾസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് എന്ത് ഇപ്പൊ ഇവിടെ കുറെ ഫോൾഡേഴ്സും ഉണ്ട്. സോ നമുക്ക് എങ്ങനെ ഫോൾഡേഴ്സിലൂടെ നമുക്ക് ഇപ്പം എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് SQL3 എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. ഫ്രം SQL3 ഇടുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഡോട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാ വരുന്നത്, DB API2 ഡംബ്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ഡംബും DB API2 വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ആണെങ്കിൽ ഫുൾ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡംബ് എന്നുള്ള സംഭവം DB API എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ നമുക്ക് ഈ ലൈബ്രറീസ് മൊഡ്യൂൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയലിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഇമ്പോർട്ട്
അതേപോലെ തന്നെ നമുക്ക് ഫ്രം ഇമ്പോർട്ട് കീബോർഡ് ഫ്രമും വെച്ചിട്ടുള്ള നമുക്ക് എങ്ങനെ നമുക്ക് എന്താക്കാം വേറെ ഫയൽ ഫോൾഡറിലുള്ള അല്ലെങ്കിൽ ഫയലിലുള്ള ഫങ്ഷൻസ് നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള നമുക്ക് പ്രൊജക്ട് ഒരു പ്രൊജക്ട് അഥവാ കാൽക്കുലേറ്റർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാൽക്കുലേറ്റർ പ്രൊജക്ടിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം ഫൈനൽ ഔട്ട്പുട്ടിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കത് നിങ്ങൾ ആ ഒരു ചിന്തിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് സ്വയം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്നിട്ട് ആ പറ്റുന്നത് മാത്രം എന്ത് ചെയ്യുക, ആ ഒരു കോഡിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു എന്റെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ലാസ്റ്റ് ഈ കോഡിൽ എഴുതുന്ന സൊല്യൂഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ടു എക്സിറ്റ് എൻ്റർ എക്സ് ആൻഡ് ടു കണ്ടിന്യൂ വൈ. ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം വൈ. നമ്പർ 1 ഞാൻ എന്ത് കൊടുക്കുന്നു, 2 എന്ന് കൊടുക്കുന്നു. നമ്പർ 2 3 എന്ന് കൊടുക്കുന്നു. ഏതാണ് ഓപ്ഷനിൽ ഞാൻ എന്ത് കൊടുക്കുന്നത്, ആഡ് എന്ന് കൊടുത്തു. യെസ്, കിട്ടുന്നുണ്ട്. യുവർ റിസൾട്ട് ഈസ് 5. വീണ്ടും ചോദിക്കുവാണ് എക്സിറ്റ് ആണെന്ന്. അപ്പൊ ഞാൻ വീണ്ടും y കൊടുത്തു. അതേപോലെ തന്നെ നമ്പർ 2 3 ആഡ് കൊടുത്തു വീണ്ടും. ഇനി എന്താണ് എനിക്ക് എക്സിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ജസ്റ്റ് എക്സിറ്റ് കൊടുക്കും. സോ ഇപ്പൊ എന്താ എക്സിറ്റ് ആയി. സോ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേറ്റർ. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ സ്വയം തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയാണുള്ളത്. നെക്സ്റ്റ് ഞാനിപ്പം ഓരോ 1 ബൈ 1 എങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളതും അത് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിപ്പോ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയാൽ പോലും നിങ്ങളുടെ സൊല്യൂഷൻ ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ബെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ മെൻഷൻ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ആ ഒരു ഞാൻ എഴുതാൻ പോകുന്ന കോഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചെന്ന ആ ഒരു കാൽക്കുലേറ്റർ നമുക്കിനി കോഡ് നമുക്ക് എങ്ങനെ ഫ്രം സ്ക്രാച്ച് എങ്ങനെ ചെയ്ത് തുടങ്ങാൻ നോക്കാം. ഫസ്റ്റ് നമുക്കുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ആക്ച്വലി നമ്മുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ വേണം, അഡീഷൻ വേണം, അതേപോലെ സബ്ട്രാക്ഷൻ വേണം, അത് മൾട്ടിപ്ലിക്കേഷൻ വേണം. മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻ നമ്മൾ ഈ കാൽക്കുലേറ്റർ ചെയ്യാം. ഇതാണ് ആക്ച്വലി നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട യൂസറിന്റെ കയ്യിൽ നിന്ന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ വേണം, നമുക്ക് നമ്പർ വേണം, രണ്ട് നമ്പർ വേണം. നമ്പർ 1ഉം വേണം, അതേപോലെ തന്നെ ആൻഡ് എന്തൊക്കെ വേണം, നമ്പർ 2. ഈ ആൻഡ് പിന്നെ എന്തൊക്കെ വേറെ ഒരു കാര്യം കൂടി വേണം, എന്ത് ഏത് ഓപ്പറേഷൻ അതിനകത്ത് ചെയ്യേണ്ടത് അഥവാ ടൈപ്പ്, ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണെന്നുള്ളതും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇൻപുട്ട് വഴി വേണ്ടത് യൂസറിന്റെ കയ്യിൽ നിന്ന്. നമ്പർ 1ഉം നമ്പർ 2ഉം അതും ഏത് ടൈപ്പ് അഥവാ അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെന്നുള്ളത്. ലാസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് എന്തും പോകും, ഒരു റിസൾട്ടും പോകും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ കോഡ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ആക്ച്വലി ഒരു റിയൂസബിൾ കോഡ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആഡും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ എന്ന ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കോഡ് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു കേസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു 4 എണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു കാൽക്കുലേറ്ററിനകത്തുള്ള സെയിം ഫയലല്ല ചെയ്യുന്നത്. നമ്മൾ യൂട്ടിൽസ് നാട്ടിലെ വേറൊരു ഫയൽ, പൊതുവെ നമ്മൾ യൂട്ടിൽസ് എന്നുള്ള ടേം എന്തിനാ, യൂട്ടിൽസ് ഡോട്ട് പൈ എന്നുള്ളത് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഫംഗ്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ആ ഒരു സെയിം സ്ട്രക്ചർ ഇവിടെയും യൂസ് ചെയ്യാൻ പോവാണ്. നമ്മൾ യൂട്ടിൽസ് ഡോട്ട് പൈ സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്താ ചെയ്തു, ഞാൻ 4 ഫംഗ്ഷൻ എഴുതി. ജസ്റ്റ് നോക്കിയാൽ തരും, സിമ്പിൾ ആണ്. ആഡും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഈ 4 ഫംഗ്ഷനും എഴുതി. ഇതെന്താ, ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഈ ഓരോ ഓപ്പറേഷൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പഠിച്ചത് പോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്, ഇൻഡിവിജ്വലി ഇമ്പോർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ 4 ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ വേണ്ടത്, നമ്മൾ നേരത്തെ നമ്മൾ റിക്വയർമെന്റ്സിൽ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വേണം, നമുക്ക് 2 ഇൻപുട്ട് വേണം. ഓക്കെ, ഞാൻ നേരത്തെ റിക്വയർമെന്റ്സിൽ കാണിച്ച പോലെ ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, റിക്വയർമെന്റ്സ് കാണിച്ച പോലെ ഇതാ ഈ സംഭവങ്ങൾ വേണം. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇതിനകത്ത് എന്ത് വേണം, നമ്പർ 1 നമ്പർ 2 രണ്ട് നമ്പർ യൂസറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്തുണ്ട്, നമ്മളെ കൈമ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്ത് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ, ഫസ്റ്റ് പഠിച്ച ഇൻപുട്ട് ഫംഗ്ഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വട്ടം നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, രണ്ട് നമ്പറിനെ കളക്ട് ചെയ്യാം. സോ നമ്പർ 1 നമുക്ക് ജസ്റ്റ് ഇതിന് മുമ്പ് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം.
ജസ്റ്റ് വെറുതെ ആണ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് പൈത്തൺ ജസ്റ്റ് വെറുതെ കൊടുക്കുന്നത് യാതൊരു എഫക്റ്റ് ഒന്നുമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്പർ 1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ കളക്ട് ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, യൂസറിൽ നിന്ന് ഒരു നമ്പർ കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ 2 ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ദ സെക്കൻഡ് നമ്പർ. അതില്ലേ, ഇവിടെ നോക്കേണ്ട കാര്യം വെച്ചാല് ഇൻപുട്ടിൽ നിന്ന് വരുന്ന എല്ലാ നമ്പറും ഏത് ടൈപ്പ് ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്താൽ ചെയ്യും. ഇവിടുന്ന് വരുന്ന എല്ലാ ഔട്ട്പുട്ട് എന്താണ്, സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്, റിട്ടേൺ വാല്യൂ സ്ട്രിങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഐ മീൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അത് മസ്റ്റ് ബി നമ്പർ ആയിരിക്കണം, അതായത് ഇൻഡിജർ ആയിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഇൻഡിജറിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കാസ്റ്റിംഗിൽ പഠിച്ചായിരുന്നു എന്ത്, ഇൻഡ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇൻഡിജറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ എന്തായി, ഇതിപ്പോ ഏത് ഫോർമാറ്റിലാണ് ഉണ്ടാവുക, ഇൻഡിജർ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, നമ്പർ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ടൈപ്പ്, ഏത് ടൈപ്പാണ് യൂസർക്ക് വേണ്ടത് ആ ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്, ഓക്കെ, ഞാൻ ഓൾറെഡി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇതാണ് നമ്മൾ അവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ്, ചൂസ് ബിലോ ഓപ്പറേഷൻസ്. അഡീഷൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ആഡ് നിൽക്കുക. മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, മൾട്ടി എന്ന് നിൽക്കുക. ഡിവിഷൻ ആണെങ്കിൽ ഡിവി എന്ന് നിൽക്കുക, എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ് എന്ന് കൊടുക്കാം. ഇതെന്ത് ചെയ്യും, നേരെ ആ സ്ട്രിംഗ് നമുക്ക് വേണ്ടു. സോ സ്ട്രിംഗ് നേരെ എവിടെ സ്റ്റോർ ചെയ്യും, ഈ ഓപ്പറേഷനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനിയില്ല നമ്മൾ മെയിൻ നമ്മൾ ഇനിയില്ല നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കുറെ കാര്യം, ഇതെല്ലാം ഓൾറെഡി പഠിച്ച തന്നെ. ഇനി നമ്മൾ കുറച്ചും കൂടി ലോജിക്കൽ ഇവിടെ വരികയാണ് വെച്ചാല് നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം വെച്ചാല്, ഇപ്പം ഇവിടെ ആക്ച്വലി ഇവിടെ 4 ഓപ്ഷൻ വരും, അഡീഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വരും, ഡിവിഷൻ വരും, സബ്ട്രാക്ഷൻ വരും. ഇത് നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം അഡീഷൻ ആഡ് എന്നുള്ളതാണ് എങ്കിൽ ആഡ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ മൾട്ടി ആണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഡിവി ആണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക, ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഈഫ് കണ്ടീഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആയ ഇന്ന കാര്യം ചെയ്യണം, ആ രീതിയിൽ. സോ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അത് യൂസ് ചെയ്യാം. സോ ഈ എന്ത് ചെയ്യുക, ഈ ഓപ്പറേഷൻ എന്ന സംഭവം, ഓപ്പറേഷൻ എന്തിന് ഈക്വൽ ആവണം, ഈക്വൽ ടു ആഡ്. ആ ഇത് ആഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോ ആക്ച്വലി റിസൾട്ടിന് വേണ്ടിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, റിസൾട്ടിന് ഇനീഷ്യലി 0. ഓക്കെ, ഓപ്പറേഷൻ ഈക്വൽ ടു ആഡ് ആണ്. ഈ ഓപ്പറേഷൻ നമ്മൾ ആഡ് ആണ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ റിസൾട്ടിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫംഗ്ഷൻ അഡീഷന്റെ ഫംഗ്ഷൻ കോൾ ചെയ്യും. ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് എന്ത് കൊടുക്കും, num1 അതേപോലെ num2 എന്ന് കൊടുക്കും. ഓക്കെ, ഇതെന്ത് ചെയ്യും, ആഡ് വന്നു, ഇതെന്താകാം, അത് മൾട്ടി ആകാം, മൾട്ടിപ്ലിക്കേഷൻ മൾട്ടി ആയിരിക്കും യൂസർ ടൈപ്പ് ചെയ്യുക. സോ അതും കൂടി മാനേജ് ചെയ്യണം, ഇത് 4 മാനേജ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും, എൽസെൽ യൂസ് ചെയ്യും, എൽഇഫ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറെ കണ്ടീഷൻസ്, ഐ മീൻ 1 by 1 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എൽഇഫ് യൂസ് ചെയ്യും. ഇവിടെ എന്ത് കൊടുക്കും, നമ്മൾ ഈ സെയിം തന്നെയാണ് എന്തായിരിക്കും ഇത്, പക്ഷെ ഇവിടെ എന്തായാലും കൊടുക്കുക നമ്മൾ മൾട്ടി എന്നുള്ളത്. സോ എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ റിസൾട്ടിൽ എന്തായാലും നമ്മൾ സ്റ്റോർ ചെയ്യുക, മൾട്ടിപ്ലൈ എന്നുള്ളത് കൊടുത്തിട്ട് num1 num2 എന്ന് കൊടുക്കും. സോറി, നെക്സ്റ്റ് എലീഫിൽ ഈ സെയിം കേസ് തന്നെയാണ് വരുന്നത്, എന്ത്, ഓപ്പറേഷൻ ഡിവി. ഇത് എന്തായിരിക്കും, num1 num2, പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ എന്തായിരിക്കും, ഡിവിഷൻ ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്, നമ്മൾ സെയിം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ടൈം ആണ്. ഓക്കെ, ഇവിടെ എന്താണ് ആക്ച്വലി സബ് വരിക, സബ് ഇവിടെ എന്തായിരിക്കും, സബ് എന്നല്ല ഇതായിരിക്കും കോൾ ചെയ്യാം. ഇനി അല്ല, ഇനിയിപ്പോ യൂസർ ഇതൊന്നല്ല ടൈപ്പ് ചെയ്തിന്, ഇനി വേറെ എന്തോ ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം യൂസറിനോട് പ്രിന്റ് ചൂസ് കറക്റ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യാം നമുക്ക്. യൂസർ വേറെ ഇതൊന്നും ഈ കൊടുത്ത എല്ലാ ടൈപ്പിനും നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് പ്രിന്റ്. അപ്പൊ യൂസറിന് മനസ്സിലായി ഞാൻ വേറെ ഏതോ ആണ് ടൈപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, ഓക്കെ, ഇനി എന്തായി, ഈ ഒരു സംഭവം കൂടി ആയി. ഈ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ജസ്റ്റ് റിസൾട്ട് പ്രിന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് നമുക്ക് ഇത് ചെയ്യാം, യുവർ
റിസൾട്ട് ഈസ് എന്താണ്, നമുക്കിവിടെ നമ്മൾ മുമ്പ് പഠിച്ച പോലെ റെസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ 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 അല്ലേ? ഇപ്പൊ ഇത്രയാണ് എന്തുള്ളത്, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഉണ്ട്. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇത് ആദ്യം ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം, ഇത് ഓക്കെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് വിട്ട ജസ്റ്റ് നമ്മളിവിടെ റൺ ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്തു. എന്താണെന്നത് നമ്പർ 1 നമ്മൾ എന്ത് നമ്പർ 2 എന്ന് പറഞ്ഞ നമ്പർ, അതേപോലെ 3 എന്ന് പറഞ്ഞ നമ്പർ ചൂസ് ചെയ്യാൻ പറയും. നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം നമുക്ക് അത്. യെസ്, യുവർ ആൻസർ ഈസ് 2 പ്ലസ് 3 ആകുമ്പോൾ 3 ആ കൊടുത്തത്, 2 പ്ലസ് 3 എന്തായിരിക്കും 5 ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറൊരു കേസ് നോക്കാം. എന്താണ് ഇപ്പം ഈ ഇതിൽ കൊടുക്കാത്ത, അഥവാ ഈ കൊടുക്കാത്ത ഏതെങ്കിലും നമുക്ക് ഇൻപുട്ട് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ജസ്റ്റ് വേഗം റൺ ചെയ്യാം. 1 2 ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, ഇപ്പൊ എന്താ ചൂസ് കറക്റ്റ് ഓപ്പറേഷൻ എന്നിട്ട് വന്നു. ഓക്കെ, പിന്നെ എന്താ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെയാണ്, ഇതാണ് ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ പ്രോബ്ലം ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണ്, നമ്മളിപ്പം ഒരിക്കൽ ചെയ്തിട്ട് വീണ്ടും നമ്മൾ വീണ്ടും റൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. കാരണം നമുക്ക് വീണ്ടും റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഓരോ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ റൺ ചെയ്യണം. അപ്പൊ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഐ മീൻ എന്താ ആലോചിച്ച് വെക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ എന്താ ആക്ച്വലി വേണ്ടത് നമുക്ക്, നമ്മളിപ്പോ എന്താണ് ഓരോ ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സംഭവം വീണ്ടും ഒരു കാര്യം തന്നെ കുറെ ടൈം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി എന്താക്കാം, ഒരു കാര്യം ഐട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറെ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വൈൽ ലൂപ്പ് ആണ്. എന്തുകൊണ്ട്, നമുക്ക് ആക്ച്വലി ലിമിറ്റേഷൻ ഫംഗ്ഷൻ, ഐ മീൻ ഫോർ ലൂപ്പ് ആണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻ അല്ല, നമുക്ക് ഇത്ര ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള 10 വട്ടം റൺ ചെയ്യാം, അല്ലെങ്കിൽ 100 വട്ടം റൺ ഐട്രേറ്റ് ചെയ്യാം, ആ രീതിയിൽ. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല വേണ്ടേ, യൂസർ എപ്പോൾ നിർത്തുന്നു അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വേണം, ഇത് റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു കോഡ് മൊത്തം എവിടത്തേക്ക് നമ്മൾ ഇടും, വൈൽ ലൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ ഓക്കെ, എന്താ ചെയ്യാന്ന് വെച്ചാല്, വൈൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഒരു വേരിയബിൾ എന്ന് വെച്ചാല് ടു കണ്ടിന്യൂ ആയിട്ടുള്ള ഈസ് ആക്റ്റീവ് ആയിട്ടുള്ളത് ട്രൂ. ഇനീഷ്യൽ എന്താണ് ഈ ഒരു ഐ മീൻ ഒരു നമ്മൾ കണ്ടീഷൻ ബേസ്ഡ് ആണല്ലോ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഈസ് ആക്റ്റീവ് എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇത് എപ്പോഴാണോ ഐ മീൻ ബ്രേക്ക് ആവും, ഐ മീൻ എപ്പോഴാണ് ഫോൾസ് ആവും, ആ സമയത്ത് എന്താവും, ഈ ഒരു വൈൽ ലൂപ്പ് എന്ത് ചെയ്യുക, എക്സിറ്റ് ആവും. ഓക്കെ, സോ അതുവരെ ഈ ഒരു ഫുൾ വർക്ക് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വൈൽ ലൂപ്പിന്റെ കോഡ് ബ്ലോക്കിൽ നമുക്ക് ഇത് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായി മാറി, വൈൽ ലൂപ്പ് ആയിട്ട് മാറി. ഇനിയിപ്പോ ജസ്റ്റ് ഇത് റൺ ചെയ്താൽ തിരിയും, ഇത് ഇൻഫിനിറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. കണ്ടോ, റൺ ചെയ്തു. ഓക്കെ, നമ്പർ 1 നമ്പർ 2 ആഡ്. കണ്ടോ, വീണ്ടും എന്താ റിസൾട്ട് കിട്ടിയ പാടും വെൽക്കം ടു ഇതായിട്ട് ഈ വെൽക്കം ടു നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യണം, നമുക്ക് ഔട്ടിലേക്ക് പുറത്തേക്ക് ഇടാം, കാരണം എല്ലാ സമയത്തും ഇത് വേണ്ടല്ലോ. ഓക്കെ ഓക്കെ, റൺ ചെയ്യാം. നമുക്ക് ആക്ച്വലി ഇവിടെ കൊണ്ടുവിടാം, അതാണ് ബെറ്റർ. ഓക്കെ ഓക്കെ, നമ്പർ 1 ചെയ്തു, നമ്പർ 2 ആഡ്. കണ്ടോ, എന്തായി, വീണ്ടും ആ ഒരു സെയിം സമയം നമുക്ക് വീണ്ടും റൺ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം എന്തേ, ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ എവിടത്തേക്ക് വരും, മുകളിലോട്ടേക്ക് വരും. സോ എന്താണ്, സോ നമുക്ക് ഇത് നമുക്ക് വീണ്ടും റൺ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇപ്പം വൈൽ ലൂപ്പ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ യൂസർ ഇപ്പൊ എക്സിറ്റ് ചെയ്യണം. നമുക്കിപ്പോ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ കൊടുത്തു നോക്കാം. എന്ന് വെച്ചാല് ഇപ്പം നമുക്കൊരു ഒരു ഇൻപുട്ടും കൂടി കൊടുക്കാം. എന്ന് വെച്ചാല് വാണ്ട്സ് ടു ക്യാൻസൽ എന്നിട്ടുള്ള അവിടെ നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാം. ടു കണ്ടിന്യൂ press C and for exit
എൻ്റർ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വെച്ചാൽ വൈന്ന് കൊടുക്കാൻ പറയാം, വൈന്ന് കൊടുക്കുക. അതേപോലെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് എന്ന് കൊടുക്കാൻ പറയാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ കണ്ടീഷൻ ഒക്കെ ചെയ്യും. ഈ വാൺസ് എന്നത് എന്തായിരിക്കണം, വൈ എക്സ് ആണ് നോക്കും. എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈസ് ആക്റ്റീവ് എന്നില്ല എന്ത് ചെയ്യും, നമ്മൾ ഫോൾസ് ആക്കിയിട്ട് മാറ്റും. അപ്പൊ എന്താ, ഇത് എപ്പോൾ ഫോൾസ് ആകുന്നു ആ സമയത്ത് തന്നെ എന്താവും, ഈ വൈൽ ലൂപ്പ് ബ്രേക്ക് ആവും. ഓക്കെ, നെക്സ്റ്റ് ഇത് റൺ ആവൂല. ഓക്കെ, നമ്മളിവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി വേണമെങ്കിൽ ബ്രേക്ക് എന്നുള്ളത് കൊടുക്കാം. എന്ത് ചെയ്യാം, ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം, ബ്രേക്ക് നില കൊടുക്കാൻ പറ്റും. ഓക്കെ, വൺസ് ടു ക്യാൻസൽ എക്സ് വന്നാൽ മാത്രം എന്താവും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഒന്നത് അഗെയിൻ റൺ ചെയ്യാം. ടു കണ്ടിന്യൂ പ്രസ് വൈ ആൻഡ് വൈ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വൈ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സിറ്റ് മാത്രം കൊടുത്താൽ മതി തോന്നല്ലേ. ടു എക്സിറ്റ് എൻ്റർ എക്സ് അങ്ങനെ കൊടുക്കുക, അതായത് കുറച്ചും ബെറ്റർ ആവും. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യാം. ടു എക്സിറ്റ് എൻ്റർ എക്സ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റർ കൊടുക്കാം. നമുക്ക് എക്സ് കൊടുക്കുന്നില്ല. ഓക്കെ, എന്ത് ചെയ്യും, നമ്പർ വൺ, നമ്പർ ടു നമുക്ക് എന്ത് ചെയ്യാം, സബ് യൂസ് ചെയ്യാം. -1 ആണ്. നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സ് നിന്റെ കൊടുക്കുക. ജസ്റ്റ് എൻ്റർ ചെയ്താൽ എന്തായി, നമ്മൾ പൈത്തണ്ട ഇതിൽ നിന്ന് എക്സിറ്റ് ആയി, എന്തായി, കാൽക്കുലേറ്റർ എന്തായി, സ്റ്റോപ്പ് ആയി. ഇപ്പം ഇതാണ് ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ചെറിയൊരു ബഗ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. കാരണം ഇതെന്താണ് ബഗ് എന്നുള്ളത് ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ ആ ഒരു ബഗ് കണ്ടെത്തിയിട്ട് അതിന്റെ സൊല്യൂഷൻ ഇവിടെ സോൾവ് ചെയ്യണം. ഇവിടെ ഒരു ബഗ് ഉണ്ട്, മെയിൻ ആയിട്ടുള്ള ഒരു ബഗ്. വേണമെങ്കിൽ ഞാനത് ഏത് പോർഷനിലാന്ന് പറയാം. അറൗണ്ട് ഈ ഒരു പറയാം, ഈ ഒരു 2 ലൈനിലാണ് ആ ഒരു ബഗ് വരിക. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ബഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ആ ബഗ് എന്താ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കുറെ ടൈം ഒരു കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും എന്തായിരിക്കും ആ ബഗ് എന്നില്ല. സോ ആ ബഗ് ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ താഴെ ഇടുക. എന്നാൽ ആദ്യം അതെന്താണ് പ്രശ്നം, പ്രോബ്ലം എന്നുള്ളത് മെൻഷൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ ആയിട്ടുള്ള കോഡും താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. സോ ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു പ്രൊജക്റ്റ് ആയിട്ട് വരും. അതുവരേക്കും ബൈ.